الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വ കൈമുതലാക്കി മരണം വരെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് നമുക്ക് ലഭ്യമായ അനുഗ്രഹത്തിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഇസ്ലാമാകുന്ന അനുഗ്രഹം. ഏതൊരു കർമ്മവും സ്വീകരിക്കാൻ ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം, മുസ്ലിമാവുക എന്നുള്ളതാണ്. ആരെങ്കിലും ഈമാനിൽ കുഫ്ർ വെച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചാൽ ഫഖദ് ഹബിത അമലു, അവന്റെ കർമ്മങ്ങൾ മുഴുവൻ ദുനിയാവിലും പരലോകത്തും തകർന്നു പോകും എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ബറക്കത്തും റഹ്മത്തും ആശ്വാസവും സമാധാനവും സന്തോഷവും സഹായവും തുണയും മരണത്തിനപ്പുറത്ത് സമാധാനമുള്ള സ്വർഗലോകവും ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസത്തിലും ആചാരത്തിലും നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. ഫമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ഇസ്ലാം അല്ലാത്ത മറ്റേതെങ്കിലും ആശയത്തെ, ആദർശത്തെ, അതുപോലെ മൻഹജിനെ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായാൽ അവന്റെ പക്കൽ നിന്ന് അവന്റെ വിശ്വാസത്തെയും കർമ്മത്തെയും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നിഅമത്ത് അത് ഈ ഒരു ഇസ്ലാം തന്നെയാണ്. അതുകൊണ്ട് ആ ഇസ്ലാമിനെ അല്ലാഹു പൂർത്തീകരിച്ച ദിവസത്തിന് എത്ര മഹത്വമുണ്ടാകും. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കേൾപ്പിച്ചത് ഒരു അറഫാ ദിനത്തിലായിരുന്നു. അതും യൗമുൽ ജുമഅയിലായിരുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം അറഫാ ദിനത്തിൽ ദുൽഹിജ്ജ 9 യൗമു അറഫയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു ഈ ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്താകുന്നു ഈ ദീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, അല്ലാഹു നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ
ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു തൃപ്തിപ്പെട്ട് അവൻ ഇഷ്ടപ്പെട്ടവൻ സ്നേഹിച്ച് അവൻ സെലക്ട് ചെയ്ത ചില ഹൃദയങ്ങൾക്ക് പടച്ചറബ് ഈ ദീനിന്റെ വെളിച്ചം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുതേ എന്ന് പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ പോലുള്ളവർ തങ്ങളുടെ മക്കളെ ഉപദേശിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാം പൂർത്തീകരിച്ച ഒരു ദിനം എന്ന നിലക്ക് അറഫ ദിനത്തിന് വലിയ മഹത്വമുണ്ട്. അറഫ ദിനത്തിന്റെ മഹത്വവും ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങളുടെ മഹത്വവുമൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടവരാണ്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ ആരാധനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നിടത്താണ് ഈ കേൾവി ഫലം ചെയ്യുന്നത്. റമദാനിന്റെ അവസാനത്തെ 10 നമുക്ക് ലഭിക്കാനുള്ള പുണ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനത്തെ 10 രാവും പകലും ഇഅ്തികാഫിരിക്കുന്ന ആളുകളുണ്ട്. ഒറ്റയിട്ട രാവുകളിൽ ഇഅ്തികാഫിരുന്ന് ആരാധനകളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആളുകളുണ്ട്. അവിടെ നമുക്കുള്ളൊരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ ഒരുപാട് ആരാധനകൾ നിർവഹിക്കാം, പക്ഷേ ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നറിയാത്തൊരു പ്രയാസമാണുള്ളത്. എന്നാൽ ഈ ദിനത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറഫാ ദിനത്തിന്റെയും അതല്ലാത്ത 10 ദിനത്തിന്റെയും മഹത്വങ്ങൾ വളരെ കൃത്യമാണ്. അതുകൊണ്ടവിടെ ഏതൊരു ദിനത്തിനായിരിക്കും ഈ മഹത്വം കുടികൊള്ളുന്നത് എന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നൊരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അറഫാ ദിനം നമ്മിലേക്ക് ഞായറാഴ്ച നമുക്ക് യൗമ അറഫയാണ്. ആ ഒരു ദിനം നമ്മിലേക്ക് വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഈ ഇസ്ലാം പൂർത്തീകരിച്ച ഒരു ദിനമാണിത് എന്നുള്ളത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരു ജൂതൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഖുർആനിലൊരു വചനമുണ്ട്, അത് ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ അന്ന് ഈദാക്കുമായിരുന്നു, ഞങ്ങളത് ആഘോഷത്തിന്റെ സുദിനമാക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഏതാണ് ആ ആയത്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന ആയത്താണത് എന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ജൂതനായ മനുഷ്യനോട് പറഞ്ഞു, ഖദ് അറഫ്നാ ദാലിക്കൽ യൗം വൽ മകാൻ അല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആയത്തിനെക്കുറിച്ചും ആ ആയത്തിറങ്ങിയ ദിനത്തെക്കുറിച്ചും അത് ഇറങ്ങിയ പ്രദേശത്തെക്കുറിച്ചുമൊക്കെ ഞങ്ങൾക്കറിയാം. ഏറ്റവും മഹത്വമുള്ള അറഫയിലാണ് അത് ഇറങ്ങിയിട്ടുള്ളത്, യൗമു അറഫയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. അങ്ങനെ പലവിധ പ്രത്യേകതകൾ ആ കാര്യത്തിനുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫ യൗമ ജുമഅത്തിൻ, യൗമു ജുമഅയിൽ റസൂലുള്ളാഹ് അറഫയിൽ നിൽക്കുന്ന ദിവസമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് ഈ ആയത്ത് ഞങ്ങൾ കാണാത്തതല്ല. ഈ ആയത്ത് എവിടെ ഇറങ്ങി, എപ്പോൾ ഇറങ്ങി എന്ന് ഞങ്ങൾക്കറിയാം. ആ ദിവസം ഞങ്ങൾക്ക് ഒരർത്ഥത്തിൽ ആഘോഷം തന്നെയാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, യൗമ അറഫയും യൗമുൽ ഖർറും അയ്യാമുൽ തശ്രീക്കും നിങ്ങൾക്ക് ഈദിന്റെ ദിവസങ്ങളാണ്. അയ്യാമുൽ അക്ലി വശുർബ്, അത് നിങ്ങൾക്ക് അന്നപാനീയങ്ങൾക്കുള്ള ഭക്ഷണത്തിനും അതുപോലെ തന്നെ പാനം ചെയ്യാനുമുള്ള ദിവസമാണ്. പക്ഷേ യൗമ അറഫയെ പ്രവാചകൻ നമ്മളോട് ആഘോഷിക്കാൻ പറഞ്ഞത് നോമ്പ് നോറ്റുകൊണ്ടാണ്. ഹാജിമാരോട് അറഫയിൽ ഒരുമിച്ചുകൂടി പടച്ച റബ്ബിലേക്ക് ഇബാദത്തുകളും പ്രാർത്ഥനകളുമായിട്ട് ഇസ്തിഗ്ഫാറുമായിട്ട് അവിടെ ചിലവഴിക്കാനാണ് ആ ആഘോഷ ദിവസത്തെ നമുക്ക് പരിചയപ്പെടുത്തിയത്. അതല്ലാത്ത നിലക്കുള്ള തരത്തിലുള്ള ആഘോഷങ്ങളും ആരവങ്ങളും റസൂലുള്ള ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ആ ഒരു അഭിപ്രായത്തിനുള്ള മറുപടിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്, ദീൻ പൂർത്തിയാക്കപ്പെട്ട ഒരു ദിവസം എന്ന നിലയ്ക്ക്. അതുപോലെ തന്നെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ദിവസമാണ്. ഷാഹിദിൻ വ മഷ്ഹൂദ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ആ യൗമുൽ മൗഊദ് എന്നതുകൊണ്ട് ഉദ്ദേശം യൗമുൽ ഖിയാമയാണ്. യൗമുൽ മഷ്ഹൂദ് എന്നതുകൊണ്ട് ഉദ്ദേശം യൗമു അറഫയാണ്. ഷാഹിദ് എന്നതുകൊണ്ട് ഉദ്ദേശം യൗമുൽ ജുമഅയാണ് എന്നാണ് മുഫസ്സിറുകൾ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്തതികളോടൊക്കെയും അള്ളാഹു വലിയൊരു കരാറ് വാങ്ങിയിട്ടുണ്ട്. ആ കരാറ്, ആ സാക്ഷ്യവചനം, അത് ആളുകൾ ഒരുമിച്ച് പ്രഖ്യാപിച്ച ആ ഒരു സമയം അത് യൗമു അറഫയിലാണ് എന്നതാണ് മുഫസ്സിറുകൾ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സത്യപ്രഖ്യാപനം ഖുർആനിലുണ്ട്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. പുലരിയെ സത്യം ചെയ്തു പറഞ്ഞു. അതുപോലെ തന്നെ വലയാലിൻ അശ്ർ, 10 രാത്രികൾ. ആ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശം 10 പകലുകളും രാത്രികളും ഉൾക്കൊള്ളുന്നതാണ്. അത് അയ്യാമുൽ അശ്ർ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സത്യം ചെയ്ത് പറഞ്ഞത് ശഫ്ഉം അതുപോലെ തന്നെ വത്റുമാണ്. ഇരട്ടയെന്നും ഒറ്റയെന്നും പറഞ്ഞതിന്റെ ഉദ്ദേശം, ഇരട്ട എന്നതിന്റെ ഉദ്ദേശം പെരുന്നാളിന്റെ ദിവസമാണെന്നും ഒറ്റ എന്നതുകൊണ്ട് ഉദ്ദേശം അറഫ ദിവസമാണെന്നും
തഫ്സീറുകളിൽ തഫ്സീർ തൊബരിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത് ആദ്യത്തെ 10 ദിവസങ്ങൾ ഒരുമിച്ചാണ് എന്നും പ്രത്യേകം ഒറ്റയും ഇരട്ടയുമായി എടുത്തു പറഞ്ഞത് 9ഉം 10ഉമാണ് എന്നത് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നാസിർ സഅദി പറയുന്നുണ്ട്, ഈ ഒരു ദിവസത്തിന് ഇത്രയധികം പ്രത്യേകതയുണ്ടാകാൻ കാരണമെന്താണ്? വഫി അയ്യാമി അശ്ർ ദിൽഹിജ്ജ വൽ വഖൂഫ് ബിഅറഫ, ആദ്യത്തെ 10 ദിവസങ്ങൾ, അതുപോലെ തന്നെ അറഫയിലെ ഈ നൃത്തം, അല്ലദീ യഗ്ഫിറുല്ലാഹു ഫീ ലിഇബാദഹു മഗ്ഫിറത്തിൻ യഹ്സനു ലഹാ അശ്ശൈത്താൻ, പിശാച് നിരാശപ്പെടുകയും ദുഃഖിതനാവുകയും അല്ലാഹു അവന്റെ ദാസന്മാർക്ക് മുഴുവൻ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാകുന്നു ആ ഒരു ദിവസം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിന് ഇത്രയധികം പ്രത്യേകതയുണ്ടെന്ന്, പ്രത്യേകത വരാനുള്ള കാരണം ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന സമയമാണ്. അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ലോകാവസാനം വരെ അള്ളാഹു പാപം പൊറുക്കാമെന്ന് പ്രഖ്യാപിച്ച ദിവസമാണ്. പിശാച് ദുഃഖിതനാകുന്ന ദിവസമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ദിവസത്തെ സത്യം ചെയ്ത് എടുത്തു പറയാനുണ്ടായ കാരണം. നമുക്ക് അള്ളാനെ വെച്ച് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അതും എല്ലാറ്റിനും അള്ളാഹുവിനെടുത്ത് സത്യം ചെയ്ത്, അള്ളാഹുവിൽ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ കച്ചവടം തകർന്നു പോകട്ടെ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് സത്യം ചെയ്ത് പറയേണ്ടി വന്നാൽ അത് അള്ളാന്റെ പേരിൽ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ പലതിനെയും എടുത്ത് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? അത് ആ സംഗതികളുടെ മഹത്വങ്ങൾ എടുത്തു പറയാൻ കൂടെയാണ്, അവിടെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കാൻ കൂടെയാണ്, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത പ്രകടമാക്കാൻ വേണ്ടി കൂടെയാണ്. അങ്ങനെ ഒരുപാട് മഖാസിദുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലതിനെയും എടുത്ത് സത്യം ചെയ്ത് പറയുന്നത്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നത് ഈ സത്യം ചെയ്യാൻ ഉപയോഗിച്ച കാര്യങ്ങൾക്ക് മഹത്വമുള്ളതുകൊണ്ടാണ് മറ്റു എല്ലാറ്റിനെയും എടുത്ത് സത്യം ചെയ്യാതെ ചില കാര്യങ്ങൾ എടുത്ത് സത്യം ചെയ്തത് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ യൗമു അറഫയെ അല്ലാഹു പ്രത്യേകം സത്യം ചെയ്തെടുത്തു. അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നത് ഈ ഒരു യൗമ അറഫയുടെ പ്രത്യേകത തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ത് വെച്ച് കഴിഞ്ഞാൽ, ധാരാളം പേരെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് യൗമ അറഫ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ, മറ്റൊരു ദിവസവുമില്ല അറഫ ദിനത്തേക്കാൾ അള്ളാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്നാണ് പറയുന്നത്. റമദാനിനെ കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതിന്റെ രാത്രിയിലും പകലുകളിലും അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും എന്ന്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അള്ളാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് യൗമ അറഫ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ആ ദിവസത്തിന്റെ മഹത്വം എന്നത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അറഫയിൽ സംഗമിക്കുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ്. യുബാഹിൽ മലായിക ബി അഹ്ലി അറഫാത്ത് യഖൂൽ ഉൻദുറു ഇലാ അബ്ദി, എന്റെ ദാസന്മാരിലേക്ക് നിങ്ങൾ നോക്കൂ, ശുഅസൻ ഉബ്റാ, നിശ്ചയമായിട്ടും അല്ലാഹു മലക്കുകളോട് അറഫയിൽ സംഗമിച്ചവരുടെ വിഷയത്തിൽ അഭിമാനം കൊള്ളും. എന്നിട്ട് അല്ലാഹു പറയും, നോക്കൂ, ജടകുത്തിയവരായി പൊടിപിടിച്ചവരായി കിലോമീറ്ററുകൾ താണ്ടി നടന്ന് ക്ഷീണിച്ചവശരായി ആളുകൾ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അല്ലാഹു അത് കാണുന്നു എന്നതാണ്. ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ചെയ്യുന്നൊന്നും ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും. യഥാർത്ഥത്തിൽ മനുഷ്യരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്ന ഒരു അണുമണിയോളം ഒരാൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, ഒരു ചെറിയ എഫേർട്ട് ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതായത് ഖുർആൻ ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് 2 കൂലിയാണ്. ഒന്ന് പ്രയാസപ്പെടുന്നതിനും ഒന്ന് അയാൾ ഓതാൻ മനസ്സ് കാണിച്ചതിനും. എത്ര നേരിയ ഒരളവ് പോലും നമ്മൾ അള്ളാന്റെ ദീനിന്റെ പേരിൽ വല്ലതും സഹിക്കുന്നെങ്കിൽ അത് അള്ള കാണുന്നു എന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ എന്താണുള്ളത്? നാം എത്ര റിസ്ക് എടുത്താലും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സമ്മർദ്ദങ്ങളും, ആളുകൾ പറയും എന്റെ സാഹചര്യം അനുകൂലമല്ല, അതുകൊണ്ടാണ് ഞാൻ ദീനിലൊന്നും അത്ര ഇടപെടാത്തത്. അനുകൂലമല്ലാത്ത സമയത്ത് നമ്മൾ ദീനിന്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് കൂടുതൽ അള്ളാന്റെ അംഗീകാരം കിട്ടാനുള്ളൊരു കാര്യമാണ്. മനസ്സിലായത്? ഹജ്ജാജിമാർ അനുഭവിക്കുന്ന സകല പ്രയാസവും അള്ള മനസ്സിലാക്കി മലായിക്കത്തിനോട് പറയാണ്, പൊടിപുരണ്ടവരായിക്കൊണ്ട് ജടകുത്തിയവരായിക്കൊണ്ട് എന്റെ ദാസന്മാർ, എന്റെ അടിമകളിതാ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നിങ്ങൾ നോക്കൂ എന്ന് അള്ളാഹു അഭിമാനത്തോടുകൂടെ പറയും എന്നുള്ളതാണ്. മാത്രവുമല്ല, അഞ്ചാമത്തൊരു മഹത്വം എന്ന് പറയുന്നത്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതിഖ അല്ലാഹു ഫീ അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ വഇന്നഹു ലയുദ്നു
സുമ്മ യുബാഹി ബിഹിമുൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദാസന്മാരിലേക്ക് അടുത്തുവരും എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ യൗമ അറഫയുടെ ദിനത്തിൽ ആ ദാസന്മാരിലേക്ക് അടുത്തു വരുന്ന ഒരു ദിവസമാണ് യൗമ അറഫ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു അടുത്തു വരുന്ന ആ സമയത്ത് കൂടുതൽ റബ്ബിലേക്ക് അടുക്കാനും റബ്ബിന്റെ സാമീപ്യം സിദ്ധിക്കാൻ പറ്റിയ കർമ്മങ്ങളിൽ മുഴുകാനുമാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. മാത്രവുമല്ല, ഈ ദിവസത്തിൽ പ്രാർത്ഥന അധികരിപ്പിക്കാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമുക്ക് എന്ത് വിഷമവും എന്ത് ബുദ്ധിമുട്ടും എന്ത് ആവശ്യവും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ പ്രയാസത്തെക്കുറിച്ച് അറിയുന്നതും നമ്മളെക്കുറിച്ച് അറിയുന്നതും ഓരോന്നിന്റെയും സിറ്റുവേഷൻ എന്താണെന്ന് അറിയുന്നതും പടച്ചോന് മാത്രമാണ്. രണ്ട് കാര്യത്തെക്കുറിച്ചും ഒരുപോലെ അറിയുന്നത് അള്ളാഹ്ക്ക് മാത്രമാണ്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അനുഭവങ്ങളിൽ നിന്ന് ഗസ് ചെയ്ത് പറയാനോ ചർച്ച ചെയ്തിട്ട് സാഹചര്യങ്ങളുടെ പോക്കിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഇതിനൊക്കെ പറ്റുള്ളൂ. പക്ഷേ രണ്ടിനെക്കുറിച്ചും ശരിയായ നിലക്ക് യാതൊരു അബദ്ധവും കൂടാതെ അറിയുന്നതും പടച്ചോനാണ്. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പടച്ചോനോട് പറയാനാണ് ഏറ്റവും നല്ലത്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ഏറ്റവും നല്ല ദുആ അത് യൗമു അറഫയിലെ ദുആയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശ്രേഷ്ഠമായ ചില സമയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എണീറ്റ് ഓടരുത്. ഇപ്പൊ ബാങ്കിന് ഇഖാമത്തിനടക്കുള്ള സമയം, പ്രാർത്ഥനയ്ക്കുള്ള സമയം. യാത്രയിൽ ആളുകൾ ചില പാട്ട് ഇട്ടിട്ട് പോവും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇട്ടിട്ട് പോവും. പ്രാർത്ഥിക്കാൻ പറ്റിയ സമയമാണ് യാത്ര. ദഅവത്തുൽ മുസാഫിർ, മുസാഫിറിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദഅവത്തു സ്വായിം, നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ദഅവത്തുൽ വാലിദ് ലിവലദി, അല്ലെ, മക്കളുടെ പാരന്റ്സിന്റെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടി, മക്കൾക്കെതിരെ, ഇതിനൊക്കെ ഉത്തരവുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നല്ല സമയങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് സഹോദരന്മാരെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉത്തമമായ സമയമാണിത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം തഹ്ലീൽ വർദ്ധിപ്പിച്ചിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ പ്രവാചകന്മാരും തഹ്ലീൽ അധികരിപ്പിച്ച ദിവസമാണ് യൗമു അറഫ. അതുകൊണ്ട് നമുക്കും ആ ഒരു ദിവസത്തിൽ തഹ്ലീൽ അധികരിപ്പിക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൗമു അറഫയിലെ നോമ്പിന് ആ പ്രാർത്ഥനയ്ക്കുള്ള മഹത്വം നമ്മൾ പറഞ്ഞു. പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മൾ പറഞ്ഞു. അള്ളാഹു അഭിമാനം കൊള്ളുന്നത് പറഞ്ഞു. അള്ളാഹു അടുത്തു വരുന്നത് പറഞ്ഞു. ദീന് പൂർത്തീകരിച്ച ദിവസമാണെന്ന് പറഞ്ഞു. പിശാചുക്കൾ നിരാശപ്പെട്ട് ദുഃഖിതരായി കഴിയുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല ദിവസങ്ങളിൽപ്പെട്ട ഏറ്റവും മഹത്വരമായി പ്രത്യേകം അള്ളാഹു സത്യം ചെയ്ത് എടുത്തു പറഞ്ഞ ദിവസമാണെന്ന് പറഞ്ഞു. അതോടൊപ്പം ഈ ദിവസത്തിൽ നോമ്പ് നോൽക്കും. അതിനുള്ള കൂലി എന്താണ്? സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബ്ലഹ വസ്സനതല്ലതി ബഅദഹ. ഒരു വർഷം കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന ദിവസമാണ് യൗമു അറഫ. അതുകൊണ്ട് യൗമു അറഫ ദുൽഹിജ്ജ 9 നമ്മുടെ നാട്ടിൽ എന്നാണ് അന്ന് നോമ്പിൽ കഴിച്ചു കൂട്ടാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അറഫയിൽ ഹജ്ജാജിമാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അതിനോടൊരു സാമ്യം, അതിനോടൊരു കൂറ്, അതിനോടൊരു യോജിപ്പ് എന്ന നിലക്ക് നമുക്കൊരിക്കലും നോമ്പനുഷ്ഠിക്കാൻ സാധ്യമാവുകയില്ല. കാരണം സമയത്തിന്റെ മാറ്റങ്ങളും ഇതൊക്കെ മൊത്തത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് യൗമു അറഫയിലെ നോമ്പ്. അപ്പോൾ ഹാജിമാർ അറഫയിൽ സന്നിഹിതരാകുമ്പോൾ എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ യൗമു അറഫ എന്നത് ദുൽഹിജ്ജ 9 പേരാണ്. ആ ദിവസത്തിലെ നോമ്പാണ് ഇത്രയും മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥന അധികരിപ്പിക്കുന്നതോടൊപ്പം നമുക്ക് നോമ്പാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ തഹ്ലീൽ അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന അശിയ്യത അറഫ. ഞാനും മറ്റു നബിമാരൊക്കെ അറഫ സന്ധിയിൽ പറഞ്ഞ ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ധാരാളമായി നമ്മൾ നിർവഹിക്കുക. ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ അതിനെ പാഴാക്കാതിരിക്കുക. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഏറെ സങ്കടകരമായ വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. കുവൈത്തിൽ മലയാളികൾ തിങ്ങി താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന് തീപിടിക്കുകയും പുക ശ്വസിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ചെയ്തു, പ്രത്യേകിച്ച് മലയാളികൾ. അല്ലാഹു എല്ലാ വിശ്വാസികൾക്കും മഗ്ഫിറത്തും റഹ്മത്തും ഷഹാദത്തിന്റെ പുണ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ നഷ്ടത്തിൽ, അവരുടെ വിയോഗത്തിൽ ദുഃഖിതരായി കഴിയുന്ന, സ്വപ്നങ്ങൾ പാതി വഴിയിൽ നിന്നുപോയ
ആശങ്കയുടെ മുൻമുലയിൽ കഴിയുന്ന ആ കുടുംബത്തിന് അല്ലാഹു ആശ്വാസവും രക്ഷയും അവരുടെ ഉദ്ദേശങ്ങൾക്ക് സാഫല്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ ഇത്തരം പല ഘട്ടങ്ങൾ അടിക്കടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മളോടും ഒക്കെയുള്ള ഒരു ഉപദേശമാണ്. വിദേശത്ത് അത്യാവശ്യം നല്ല ശമ്പളവും നാട്ടിൽ അത്യാവശ്യം നല്ല മാർഗവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഞാൻ സേഫാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഏതൊരു വസ്തുവിനും ഗ്യാരണ്ടി ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആയുസ്സിന്, നമ്മുടെ ശരീരത്തിന് മാത്രം ഒരു ഗ്യാരണ്ടിയുമില്ല എന്നതാണ്. ആളിക്കത്തുന്ന ആ ഫ്ളാറ്റിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് തീ പിടിച്ച് തുടങ്ങിയെങ്കിൽ പോലും തീ ബാധിച്ചിട്ടല്ല പലരും മരിച്ചത്. അതിശക്തമായ കരിമ്പുകയായിരുന്നു അതിന്റെ അകത്തളങ്ങളിൽ മുഴുവൻ തങ്ങി നിന്നത്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനുള്ള വഴിയോ കണ്ണൊന്ന് തുറക്കാനോ ഫ്രഷായിട്ടൊന്ന് ശ്വസിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയിൽ അവർ വിങ്ങിപ്പൊട്ടി മരണത്തിന് കീഴൊതുങ്ങിയെങ്കിൽ ഒരുപാട് ചിന്തിക്കാൻ അതിലൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ അതികനത്ത കരിമ്പുകകളുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. ഫീ സമൂമിൻ വഹമീം വദല്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. അതിശക്തമായ കറുത്തിരുണ്ട പുകയാണ് നരകം മുഴുവൻ എന്ന് പറയുമ്പോൾ എത്ര ദാരുണമായിരിക്കും അവിടുത്തെ ജീവിതത്തിന്റെ സാഹചര്യം എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതോടൊപ്പം ഇത്തരം ചില പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മാനസികമായി പാടെ തളർന്നു പോകുന്ന ആളുകളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആക്സെപ്റ്റൻസ് ആണ്. ഒരു കാര്യം സംഭവിച്ചുവെങ്കിൽ അത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കാനും ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നത് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിന് വല്ല മാർഗവുമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ മുഴുകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അഭയം പ്രാപിക്കുകയും പടച്ചറബ് സുബ്ഹാനഹു വ തആല നമ്മിലും എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളുമാണോ നൽകുന്നത് അതിൽ തൃപ്തിപ്പെട്ട് അല്ലാഹുവിലേക്ക് അഭയപ്പെടാനും ആ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിമിഷം കടന്നു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതീക്ഷയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബലിപെരുന്നാൾ സമാഗതമാവുകയാണ്. ബലിപെരുന്നാൾ സമാഗതമാകുമ്പോൾ അന്ന് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട് വിശ്വാസികൾക്ക് അല്ലാഹു അനുവദിച്ച സന്തോഷത്തിന്റെ സുദിനമാണ്. ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. ഇസ്ലാമിന്റെ ആഘോഷം എന്ന് പറയുന്നത് മദ്യപിച്ച് ലക്കുകെട്ട് തോന്നിവാസത്തിലേർപ്പെട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മൊത്തം കാര്യങ്ങളും കുത്തഴിഞ്ഞു പോകുന്ന യാതൊരുവിധ ലക്കും ലഗാനുമില്ലാത്ത ആഘോഷത്തെയല്ല ഇസ്ലാം നമുക്ക് നൽകുന്നത്. മറിച്ച് ഈ ആഘോഷവും നമുക്ക് പരലോകത്തേക്കൊരു മുതൽക്കൂട്ടാണ്. ഈ ആഘോഷവും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും മാതാപിതാക്കൾക്കും ജ്യേഷ്ഠ സഹോദരങ്ങൾക്കും നാട്ടുകാർക്കും പരസ്പരം ഇണക്കത്തിനും സാഹോദര്യത്തിനുമുള്ള ഒരു സബബായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഘോഷങ്ങൾ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആഘോഷത്തെ ആ ഒരു സന്തോഷത്തോടെ നേരിടാനും അതിനെ വരവേൽക്കാനും നമുക്കെല്ലാവർക്കും പറ്റണം. പുതുവസ്ത്രം അത് തന്നെയായിരിക്കണം ഈദിന്റെ ദിവസം നമ്മൾ ധരിക്കേണ്ടത്. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ, സാമ്പത്തികമായ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾക്ക് മറ്റുള്ളവർ സഹായം ചെയ്തു കൊടുക്കാൻ, ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ച വ്യക്തിയാണ്. പരിമിതമായ സൗകര്യങ്ങൾ ജീവിച്ച വ്യക്തിയാണ്. സ്വഹാബത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ ദിവസത്തിൽ ഏറ്റവും നല്ല വേഷം ധരിച്ചു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള ഒരു ഇതാഅത്താണ്. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസൂതനി അസ്അലുക മിൻ ഖൈരി വഖൈരി മാ സുനിഅ ലഹ വഅഊദു ബിക മിൻ ശർരി വശർരി മാ സുനിഅ ലഹ. അല്ലാഹു ഈ ഡ്രസ്സിന്റെ എല്ലാ ഖൈറും ഞാൻ ചോദിക്കുന്നു, ഈ ഡ്രസ്സിന്റെ എല്ലാ ശർറിൽ നിന്നും ഞാൻ രക്ഷ തേടുന്നു. നീയാണ് എനിക്ക് ഈ വസ്ത്രം നൽകിയത്, നിനക്ക് സർവ്വസ്തുതിയും എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. പുതുവസ്ത്രം ധരിച്ചവരെ കാണുമ്പോഴും നമുക്ക് പ്രാർത്ഥനയുണ്ട്. അത് പഠിച്ച് ഉരുവിടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സുന്നത്തായ കുളി കുളിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരേണ്ടത്. പുരുഷന്മാർ സുഗന്ധം പൂഷണം, സ്ത്രീകൾക്ക് അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുന്നത്തായ കുളി നിർവഹിക്കണം എല്ലാവരും. പുരുഷന്മാർ സുഗന്ധം പൂശിയിട്ടായിരിക്കണം ഈദ്ഗാഹിലേക്ക് വരേണ്ടത്. പെരുന്നാൾ നമസ്കാരം മഴ സാഹചര്യമുള്ളതുകൊണ്ട് പള്ളിയായിരിക്കും. പക്ഷേ ഇതിന്റെ നമസ്കാരങ്ങളെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചത് മുസല്ലയിൽ വെച്ചിട്ടാണ്, ഈദ്ഗാഹിൽ വെച്ചിട്ടാണ്. കാരണം അതിൽ എല്ലാവർക്കും പങ്കെടുക്കാം. പള്ളിയിൽ പ്രവേശിക്കാൻ ഋതുമതികളായ സ്ത്രീകൾക്ക്, ഹൈദും നിഫാസും അതുപോലെ തന്നെ ഇസ്തിഹാദത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ ഈദിന്റെ ദിവസം എല്ലാവർക്കും വരാം. അതുകൊണ്ടാണ് പൊതുവായ സ്ഥലം സെലക്ട് ചെയ്യാൻ വേണ്ടി. കാരണം ഈദ് എല്ലാവർക്കും ഒരു സന്തോഷത്തിന്റെ ദിവസമാണ്. അതൊരാൾക്കും മിസ്സായിക്കൂടാ. അതുകൊണ്ടാണ് ഈദ്ഗാഹിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്.
അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ബലിപെരുന്നാൾക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാതെയാണ് വരേണ്ടത്. ചെറുപെരുന്നാൾക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. പക്ഷേ വലിയ ബലിപെരുന്നാൾക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാതെ വരലാണ് സുന്നത്തായിട്ട് പഠിപ്പിച്ചിട്ടത്. 2 വഴി സ്വീകരിക്കുക എന്നുള്ളത് 2 ഇതിനുമുള്ളതാണ്. വരുന്ന വഴിയിലല്ലാതെ മറ്റു വഴിയിലൂടെ പോവുക എന്നത് 2-നുമുള്ളതാണ്. അതുപോലെ നേരത്തെ മുസല്ലയിലേക്ക് എത്തുക, മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റിവെച്ച് മുസല്ലയിലേക്ക് നേരത്തെ എത്താനുള്ളൊരു ശ്രദ്ധ ഉണ്ടാവുക. തക്ബീർ നമുക്ക് ഈ സമയത്തും ചൊല്ലാം, ആ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ചൊല്ലാം. അയ്യാമു തശ്രീഖ് തീരുന്നതുവരെ തക്ബീർ ചൊല്ലാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈദ് നമസ്കാരത്തിന് നേരത്തെ എത്തി കാത്തിരിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ്. എല്ലാവരും, കുട്ടികളും സ്ത്രീകളും എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നുള്ളത് മഹത്വമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സന്തോഷം പ്രകടിപ്പിക്കാൻ അനുവദിച്ച കാര്യങ്ങൾ, മക്കൾക്കൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ മുഴുകാൻ, പാട്ടുപാടാനും മറ്റു കാര്യങ്ങൾ സന്തോഷത്തിൽ ഏർപ്പെടാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും മറ്റു ഹറാമാക്കിയ കാര്യങ്ങളും ഉപയോഗിക്കാതെയുള്ള സന്തോഷങ്ങൾ ഈ ഒരു ഈദിന്റെ ദിവസങ്ങളിൽ നമുക്ക് അനുവദിച്ച കാര്യമാണ്. അതുപോലെ തന്നെ തക്ബീർ ശബ്ദമുയർത്തി ചൊല്ലണം, അത് പ്രത്യേകമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പരസ്പരം പെരുന്നാളിന്റെ ആശംസകൾ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കുക. പെരുന്നാൾ ദിവസത്തിൽ ബലി അർപ്പിക്കാൻ നേരത്തെ നിയ്യത്താക്കിയ ആളുകളുണ്ടാകും. അവരല്ലാത്തവരും ബലികർമ്മത്തിൽ മുഴുകുകയും അതിന്റെ മറ്റു കാര്യങ്ങളിലെല്ലാം അതിന്റെ ഭാഗമാവുകയും ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗികളെയും മറ്റുമൊക്കെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്തെല്ലാം നന്മകൾ നമുക്ക് ഈ ഒരു ദിവസത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുകയും ചെയ്യുക. അള്ളാഹു തന്ന വലിയൊരു നിഅമത്താണ് ഈദ്. അതുകൊണ്ട് ഇസ്ലാമിന് നിരക്കാത്ത ഒന്നും തന്നെ, ഈവൻ നമ്മുടെ വേഷം, നമ്മുടെ മക്കളുടെ വേഷം, അതൊക്കെ നമ്മൾ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ടെക്സ്റ്റൈൽസിൽ തൂക്കിയിട്ട എല്ലാ ഡ്രസ്സും നമുക്കുള്ളതല്ല. കാണുമ്പോൾ ഭംഗിയുണ്ടാകും, പക്ഷേ അത് ഡമ്മിയിൽ ധരിപ്പിക്കുമ്പോഴുള്ള ഭംഗി മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. 3 തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകാനുള്ള ബോഡിയാണിത്, അതും കൂടെ നോക്കണം. അതുകൊണ്ട് നമ്മുടെ മുടി, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെയൊക്കെ മുടി കട്ടിങ് കാര്യങ്ങളൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയ രീതിയില്ലാത്ത കോലത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃത്തിക്ക് വെടിപ്പിന് ഹറാം കടന്നുകൂടാത്ത നിലക്ക് അത് വൃത്തിയായിട്ട് വെട്ടി ഒതുക്കാനും ചീകി വൃത്തിയാക്കി വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വസ്ത്രം മതിയായ ഇറക്കം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മതിയായ ഇറക്കവും, അതുപോലെ തന്നെ പുരുഷന്മാർ നെരിയാണിക്ക് മുകളിൽ തന്നെ അത് അവസാനിക്കുന്ന രീതിയും ഒക്കെ ഉണ്ടാവണം. പണ്ടൊക്കെ കൊല്ലങ്ങളോടൊരു പാന്റ് ഇടുമായിരുന്നു, ഇന്ന് നമുക്ക് യഥേഷ്ടമുണ്ട്. അതുകൊണ്ട് നെരിയാണിന്റെ മുകളിൽ തന്നെ കട്ട് ചെയ്തത് പാകപ്പെടുത്തി അടിച്ചു വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന പുതിയ ട്രെൻഡുകൾ നമുക്ക് അപകടമാണ്. നമ്മുടെ ഖബറിനും നമ്മുടെ പരലോകത്തിനും അപകടമാണ്. കാല് ഒരു പെൺകുട്ടിയുടെ ഔറത്തായിട്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും ആരോടും വാശിയും വൈരാഗ്യവും നമുക്ക് വേണ്ട. നമ്മുടെ ഔറത്ത് കൃത്യമായി മറക്കണം. ഉമ്മമാർ, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കൾക്ക് വസ്ത്രധാരണത്തിൽ മാതൃകയായിരിക്കണം. മാറും ശരീരവും കഴുത്തും ചെവിയും മുടിയും ഒക്കെ മറയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വസ്ത്രം. അരയിൽ കുടുക്കിട്ട് ശരീരത്തോട് കുടുങ്ങി ഒട്ടി നിൽക്കുന്ന വസ്ത്രം നമുക്ക് അപകടമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാണ് ആ വസ്ത്രം. അതാണ് ഏറ്റവും വലിയ അപകടം. അതുപോലെ ദീൻ പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരൊരു ഫിത്നയായി മാറുകയും ചെയ്യും. നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നോമ്പൊൽക്കുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ വേഷം കണ്ട് മറ്റുള്ളവർ അനാവശ്യമായ മാർഗത്തിലേക്ക് പോകുന്നെങ്കിൽ നമ്മുടെ ഒരു സബബാണ് മറ്റുള്ളവർക്ക് ഹറാമ് ചെയ്യാൻ. അതും കൂടെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഭൗതിക ലോകത്തെ ജീവിതം അവസാനിക്കും മുമ്പ് അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും നേടിയെടുക്കാൻ പറ്റിയ ഇബാദത്തുകൾ, നല്ല സമയങ്ങളെ ഉപയോഗപ്പെടുത്തി ചെയ്തു കൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ. അള്ളാഹു നമുക്കുള്ളതിൽ തൃപ്തിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു രക്ഷയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് മതപരമായും ഭൗതികമായും നല്ല ഉന്നതിയിലെത്തിപ്പെടാനുള്ള തൗഫീഖും എളുപ്പവും ബുദ്ധിയും അറിവും കഴിവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ പ്രായമായവർക്ക് ആഫിയത്തും അമലു സ്വാലിഹത്തുമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്തുള്ള സദുദ്യമങ്ങൾക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹു കൃത്യമായി
അതിനെ ട്രീറ്റ് ചെയ്യുകയും വൃത്തിയാക്കി നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി മാറ്റുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഏറ്റി നൽകുമാറാവട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഇതിനേക്കാൾ മനോഹരമായി അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന സാമ്പത്തികമായ, ശാരീരികമായ, കുടുംബപരമായ, സാമൂഹികമായ, രാഷ്ട്രീയപരമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഏത് പ്രയാസത്തിലും ക്ഷമ അവലംബിച്ച് റബ്ബിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് നിലക്ക് മരിച്ചാലും മരിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിന് പ്രീതിപ്പെട്ടവനായി, മുസ്ലിമായി, ബാധ്യതകൾ പൂർത്തീകരിച്ചവനായി മരിച്ചു പിരിയാൻ അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് കുടുംബസമേതം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പകരമായി സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാറ്റിലും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി, ദാസികളായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.